മിമിക്രി എന്ന് പറയുമ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് ആദ്യമായിട്ട് അത് തന്നെ നസീർ സാറിന് നമുക്കൊന്ന് കേൾക്കാം. ചിരിച്ചാലും കരഞ്ഞാലും ഒരേ ശബ്ദമുള്ള നടനാണ് പ്രേം നസീർ. നസീർ സാറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അമ്മ മരിച്ചു കിടക്കുമ്പോ നസീർ സാർ വരും, അമ്മേ, അമ്മയുടെ പുന്നാര മോൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വന്നിരിക്കുകയാണ് അമ്മേ. കണ്ണു തുറക്കൂ അമ്മേ, കണ്ണു തുറക്കൂല്ലേ അമ്മേ, അമ്മേ. ഇനി കാമുകിയുടെ അടുത്ത് എന്നിട്ട്, അല്ല വാസന്തി പേടിച്ചു പോയോ? പെൺകുട്ടികളായാൽ പേടിക്കാൻ പാടില്ല, ചിരിക്കണം. അങ്ങനെയല്ല, ഇങ്ങനെ. ഇനി ബോംബെ വീട്ടിയില് നസീർ സാർ, നമ്മള് ബോംബെയില് അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടാവും, ഈ റെയിൽവേയിലെ അനൗൺസ്മെന്റ്. അന്തേരി ജാനകി ലേറ്റസ്റ്റ് ഗാഡിയെ ഗാഡി ബാന്ദ്ര സെ ബോംബെ സെൻട്രൽ से चर्चगेट तक टेस्ट आएगी ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ. ഇത് നസീർ സാർ, ഞാൻ പണ്ട് അവിടെ ഉണ്ടായിരുന്നപ്പോ ബോംബെയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ്. നസീർ സാറാണ് അവിടെ പോയിരുന്ന് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ. വീട്ടി जाने के लिए ये टेस्ट गाड़ी है, ये गाड़ी बांद्रा से दादर, दादर से बॉम्बे सेंट्रल से चर्चगेट से वीटी तक टेस्ट जाएगी. 5 stop. ഇനി പ്രേം നസീർ ഹീറോയാണെങ്കിൽ വില്ലൻ എപ്പോഴും KP ഉമറായി. അറിയാലോ, അതിനകത്ത് വ്യത്യാസം ഉണ്ടാവില്ല. അന്ന് ഉമ്മക്ക പേടിപ്പിക്കണ എങ്ങനെയാണെന്ന് അറിയാലോ. ശാരദേ, ഞാനൊരു വികാര ജീവിയാണ്. ഇന്നാണ് KP ഉമർ ഡയലോഗ് പറയുന്നത്. ഇന്നത്തെ തലമുറയിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ശാരദേ, ഞാനൊരു റൊമാൻറ്റിക് പേഴ്സണാണ്. ഞാൻ നിനക്ക് പല പ്രാവശ്യം ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് തന്നു, നീ അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ന് രാത്രി കൃത്യം 12:30 മണിക്ക് ഞാൻ സ്കൈപ്പിൽ വരും. നീ ഓൺലൈനിൽ വന്നില്ലെങ്കിൽ നിനക്കങ്ങോട്ട് കൈപ്പേറിയ അനുഭവമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റില് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന KP ഉമർ ആയിരുന്നെങ്കിൽ അതിനെ വെട്ടുന്ന ഒരു വില്ലൻ വന്നു. കരിനാഗം എന്നറിയപ്പെടുന്ന ഒരു വില്ലൻ, തൃശ്ശൂർക്കാരൻ രവിചേട്ടൻ, TG രവി. ഓർമ്മയില്ലേ? പണ്ട് പുള്ളിക്ക് റെക്കോർഡ് ബലാത്സംഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. അവരൊന്നും എനിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഒരു അറിവിലേക്ക്, ഒരു ഇൻഫർമേഷൻ. അറിവിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം തന്നെ ബലാത്സംഗം. ഇങ്ങനെയൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ. കേരളത്തിലുള്ളവർക്കാണോ പറഞ്ഞു കൊടുക്കണത്? കാരണം കുട്ടികൾ ജീൻസ് ഇട്ടാ വന്നിരിക്കുന്നത്. ആണല്ലേ? അപ്പൊ കരിനാഗം എന്നറിയപ്പെടുന്ന TG രവി എന്റെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും നടപടിയാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നെങ്കിൽ തട്ടിക്കളയാൻ ഞാൻ മടിക്കില്ല. അതല്ല എന്നോട് സഹകരിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്റെ തള്ളടേം കാര്യം ഞാൻ ഏറ്റുന്നു. ഇനി ക്യാരക്ടർ റോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ്. മലയാള സിനിമയിലെ അഭിവാജ്യ ഘടകമാണ്. സകലകലാവല്ലഭൻ കമലഹാസൻ എന്ന് പറയുന്നത് പോലെ തന്നെ മലയാളത്തിന്റെ ഒരാളുണ്ട്, നെടുമുടി വേണു. അദ്ദേഹത്തിന് ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന കണ്ട നമ്മൾ കൊതിയോടെ നോക്കി നിന്നു. ഇദ്ദേഹം നീയടക്കമുള്ള പെൺവർഗം മറ്റു പലരും കാണാത്ത കാണും. ചിരിച്ചുകൊണ്ട് കൊഞ്ചും സ്നേഹിച്ചുകൊണ്ട് വെറുക്കും. ഇനി മറ്റു വല്ല ആയുധവും കരുതുമെന്നൊക്കെ എനിക്ക് പറഞ്ഞതാ. പിന്നെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ടുള്ള വരവുണ്ടല്ലോ ഈ പടിപ്പുരയിലേക്ക്, അതും ഒരു ആയുധത്തിന്റെ തുടക്ക. എന്നോട് വേണ്ട. തിലകക്കുറിയായി മാറിയ തിലകൻ ചേട്ടന്റെ ക്യാരക്ടർ റോളിൽ നമുക്ക് മറക്കാൻ കഴിയില്ല. തിലകൻ ചേട്ടൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ വേദിയിൽ വരികയാണെങ്കിൽ എന്റെ മനസാക്ഷി കോടതിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കേസിന്റെ വാദം പിത്തം, കഫം, മലം, മൂത്രം ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോവാ. അതും ഈ സിനിമാ വേദിയുടെ ഈ പരിഭാവനമായ
അങ്കണത്തിൽ വെച്ച് 2 പ്രതിഭാധനന്മാരുടെ മുന്നിൽ വെച്ച് എനിക്കൊന്നേ പറയാനുള്ളൂ. ഒരു കലാകാരൻ ജീവിച്ചിരിക്കുമ്പോ അവനെ ഉപദ്രവിച്ചിട്ട് മരിച്ചു കഴിഞ്ഞ് ആനയാണ് ചേനയാണ് കോനയാണെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ളവരോട് എനിക്ക് പുച്ഛം. ഒരു ക്യാരക്ടർ ചെയ്താൽ 500 ക്യാരക്ടറിന്റെ ഫലം ചെയ്ത ഒരാളെ സിദ്ദിഖ് ലാൽമാർ നമുക്ക് മലയാളത്തിന് തന്നു. 500 മലയാള നാടകവേദിയിലെ സിംഹമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സിനിമയിൽ കൊണ്ടുവരാൻ സിദ്ദിഖ് ലാലിനെ സാധിച്ചുള്ളൂ. NN പിള്ള. എന്തൊക്കെയാണോ ഞാൻ മറക്കണത്? ഏടോ വക്കീലേ, പറയാൻ എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, ഈ വീടിന്റെ മുറ്റത്ത് കിടന്ന് പിടഞ്ഞു മരിച്ച് ഞാൻ മറക്കണമല്ലേ? പിന്നെ ഞാൻ എന്തൊക്കെ മറക്കണോടോ? പറയാൻ. ഇന്ത്യയുടെ പ്രതീക്ഷ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സിംഹം നരേന്ദ്രമോദി. उनकी सोच है हौसला, हमारी सोच है राष्ट्रवाद। वे नामदार है, मैं कामदार हूं। इसकी पोल ऐसे ही दुर्दशा कभी रह ही देखे। अब इसलिए ये 2014 का चुनाव भारत की खोटी जनों के लिए आशा और अरमान का चुनाव है। जय हिंद। नहीं മിമിക്രി രക്ഷ കൊടുക്കുക.